വെൽക്കം ടു സിമ്പിൾ ഡേയ്സ് ബൈ MM. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗഗൻചുക്കി വാട്ടർഫാൾസിൽ പോയ കാര്യങ്ങളാണ് വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഗഗൻചുക്കി വാട്ടർഫാൾസിൽ നമ്മൾ പോയിട്ട് അതിൻ്റെ തന്നെ തൊട്ടടുത്തുള്ള ബാക്കി വരുന്ന ഭാഗമുണ്ട്, അവിടെ നമുക്ക് കൊട്ടത്തോണിയിലൊക്കെ യാത്ര ചെയ്യാം. ആ ഭാഗത്തേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പുഴമീനൊക്കെ കിട്ടും. അവർ തന്നെ മസാല ഒക്കെ തേച്ച് ചുട്ട് തരും. അപ്പോൾ നമുക്കതൊക്കെ കഴിച്ചിട്ട് വരാം. ഇപ്പോൾ ഈ സ്ഥലത്ത് ഞങ്ങൾ നിർത്തിയത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഈവനിങ് ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയൊരു സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്നുണ്ടായിരുന്നില്ല, അർജുൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതേപോലത്തെ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു മലയും പിന്നെ അതിൻ്റെ നേരെ ആയിട്ടുള്ളൊരു ചായക്കടയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ആ ഒരു ഫീലാണ് തോന്നിയത്. അങ്ങനെ നമ്മൾ ഇതവിടെ അടുത്ത സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ളത് നമ്മൾ ഇതുപോലെ കൊട്ടത്തോണിയിൽ അവർ കൊണ്ടുപോകും. പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരാൾക്ക് 100 രൂപയുള്ളൂ ഇതിൽ കയറാൻ. അങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ, ആദ്യം ഞങ്ങൾ അവിടെ കായലിൽ നിന്ന് പിടിച്ച ഫിഷിനൊക്കെ ചുട്ട് പൊരിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് അവർ ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ അത് വലിയൊരു മീനായിരുന്നു. അങ്ങനെ ഫിഷൊക്കെ പൊരിച്ച് തന്നു, അതൊക്കെ ഞങ്ങൾ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ കൊട്ടത്തോണിയിൽ കയറാൻ പോയി. എനിക്ക് ഇതിലൊക്കെ കയറുമ്പോൾ അത്യാവശ്യം സേഫ്റ്റി ആയിട്ട് കയറാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു മിനിറ്റ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനത് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ മടിയിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന സംഭവം. വേഗം ഞാൻ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇട്ടു. ഒന്നാമത്തെ എനിക്ക് നീന്താനൊന്നും അറിയില്ല, പിന്നെ പണ്ട് അതൊന്നും പഠിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി എങ്ങനെയെങ്കിലും സ്വിമ്മിങ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം നമുക്ക് എപ്പോഴും അതൊക്കെ മക്കൾക്ക് പഠിപ്പിച്ച് കൊടുക്കുന്നത്, ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ പഠിപ്പിച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ബോയ്സിനായാലും ഗേൾസിനായാലും ആർക്കായാലും അത് പഠിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു. ഇപ്പോൾ പോകുന്ന വഴിയിൽ നല്ലൊരു വയലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി, അടിപൊളി സ്ഥലമാണിത് കാണാൻ. കുറച്ച് നേരം അതിലൂടെയൊക്കെ നടന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ പോന്നു.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്